നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെക്കുറിച്ച് നല്ലത് കേൾക്കാനും കാണാനുമാണല്ലേ എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ സ്വന്തം പങ്കാളിയെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും മോശമായ രീതിയിൽ കാണാനിടയായാൽ അതാർക്കും അങ്ങനെ സഹിക്കാൻ കഴിയില്ല. പിന്നീട് അവരോട് വലിയ വെറുപ്പും നീരസവും മനസ്സിലുണ്ടാകും. തിരുവനന്തപുരം മണ്ണന്തലയിലെ ഷഫീന ഭർത്താവുമായി വേർപിരിഞ്ഞ് സ്വന്തം വീട്ടിലെത്തിയപ്പോൾ അവരെ ചേർത്തു നിർത്തി സംരക്ഷണം നൽകിയതാണ് സഹോദരൻ ഷംസാദ്. സഹോദരിയുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് കേട്ടപ്പോഴും അതൊന്നും അയാൾ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഷഫീന പതിവായി വീഡിയോ കോൾ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഷംസാദ് അത് ചോദ്യം ചെയ്തു. പിന്നീടുണ്ടായ തർക്കം കൊലപാതകത്തിലാണ് കലാശിച്ചത്. ഇതോടൊപ്പം കൊല്ലം കുളത്തൂപ്പുഴയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിക്ക് ഒടുവിൽ സംഭവിച്ചത് എന്താണെന്ന് കൂടി അറിയണ്ടേ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തിരുവനന്തപുരം മണ്ണന്തലയിലെ ഷഫീന 6 മാസം മുൻപാണ് ഭർത്താവുമായി വേർപിരിഞ്ഞ് സ്വന്തം വീട്ടിലെത്തിയത്. പിന്നീട് സഹോദരനും സ്വന്തം മാതാപിതാക്കൾക്കുമൊപ്പമുള്ള ജീവിതം. എന്നാൽ രാത്രി സമയങ്ങളിൽ പോലും ഷഫീന പതിവായി വീഡിയോ കോളിലായിരിക്കും. അവരുടെ വഴിവിട്ട ബന്ധങ്ങൾ സഹോദരൻ ഷംസാദിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി. ദാമ്പത്യ ജീവിതം ഷഫീന സ്വയം നശിപ്പിച്ചതാണെന്ന് അയാൾ വിശ്വസിച്ചു. കഴിഞ്ഞ ദിവസം ഇത്തരം സൗഹൃദങ്ങളുടെയും വീഡിയോ കോളിൻ്റെയും പേരിൽ വീട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന യുവതിയെയാണ്. മകളെ രക്ഷിക്കാൻ ശ്രമിച്ച മാതാപിതാക്കളെയും പ്രതി തടഞ്ഞിരുന്നു. സുഹൃത്ത് വിശാഖിൻ്റെ സഹായത്തോടെയാണ് പ്രതി ക്രൂരകൃത്യം ചെയ്തതെന്നാണ് സൂചന. ഈ മാസം 14 മുതലാണ് പോത്തൻകോട് സ്വദേശിനി ഷഫീന മണ്ണന്തലയിൽ സഹോദരനോടൊപ്പം താമസത്തിനെത്തിയത്. പിതാവിന്റെ ചികിത്സയുടെ ആവശ്യത്തിന് എന്ന പേരിലായിരുന്നു പ്രതി ഷംസാദ് ഇവിടെ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തത്. ഈ കള്ളക്കഥയ്ക്ക് ബലം ലഭിക്കാനാണ് സഹോദരി അപ്പാർട്ട്മെന്റിൽ ഒപ്പം താമസിപ്പിച്ചത്. എന്നാൽ ചെമ്പഴന്തി അണിയൂരിൽ അടിപിടിയുണ്ടാക്കിയ ഷംസാദ് കേസിൽ പോലീസിനെ ഭയന്ന് ഒളിവിൽ കഴിയാനാണ് അപ്പാർട്ട്മെന്റ് എടുത്തത് എന്നാണ് കണ്ടെത്തൽ. ശനിയാഴ്ച വൈകിട്ട് മാതാപിതാക്കൾ അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോഴാണ് ഷഫീനയെ കട്ടിലിന് താഴെ മരിച്ചു കിടക്കുന്ന നിലയിൽ കാണുന്നത്. സംശയം തോന്നിയതോടെ മണ്ണന്തല പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മദ്യലഹരിയിൽ സഹോദരൻ ഷംസാദ് യുവതിയെ അടിച്ചുകൊല്ലുകയായിരുന്നു. ഷഫീന മറ്റൊരാൾക്ക് വീഡിയോ കോൾ ചെയ്യുന്നത് കണ്ടാണ് പ്രകോപനം ഉണ്ടായത് എന്നാണ് ഷംസാദ് മൊഴി നൽകിയിട്ടുള്ളത്. ഷഫീനയുടെ കുടുംബജീവിതം തകർന്നതിന് കാരണം ഇയാളുമായുള്ള അടുപ്പമാണെന്ന് ഷംസാദ് സംശയിച്ചിരുന്നു. ഷഫീനയുമായി വാക്കുതർക്കമുണ്ടായതിനു പിന്നാലെ പുറത്തുപോയ ഷംസാദ് യുവതിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ സുഹൃത്തായ വിശാഖിനെയും കൂട്ടി ഫ്ളാറ്റിൽ എത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ക്രൂരമർദ്ദനമേറ്റ് കിടന്ന ഷഫീനയെ മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാൻ പ്രതി മനഃപൂർവ്വം ശ്രമിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നു. മദ്യലഹരിയിലായിരുന്ന ഷംസാദിനെയും ചെമ്പഴന്തി സ്വദേശി വിശാഖിനെയും അപ്പാർട്ട്മെന്റിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഷഫീനയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. ഫ്ളാറ്റിൽ വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തി. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. വിശാഖിന് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്നത് വിശദമായി പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ കായലോട് സദാചാര ഗുണ്ടകൾ പരസ്യവിചാരണം നടത്തിയതിന് പിന്നാലെ ജീവനൊടുക്കിയ റസീനയെ മരിച്ചിട്ടും വേട്ടയാടുകയാണ് ചിലർ. കേസ് അട്ടിമറിക്കാൻ കുടുംബത്തിന് നേരെയുള്ള ഭീഷണി. യുവതിയുടെ അമ്മയെ കൊണ്ട് സുഹൃത്തിനെതിരെ പരാതി കൊടുപ്പിക്കുന്നു. എന്നാൽ പ്രതികളായ SDPI പ്രവർത്തകരുടെ ഈ നെറികെട്ട കളികൾ പോലീസിൻ്റെ അടുത്ത് വിലപ്പോകുന്നില്ല. യുവതി ആത്മഹത്യ ചെയ്തതിൽ ആൺ സുഹൃത്തിന് പങ്കില്ലെന്നും അതിനാൽ അയാൾക്കെതിരെ കേസെടുക്കാനാകില്ലെന്നുമാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലപാട്. കേസിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടെ പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ 25ലധികം SDPI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്.
SDPI പ്രവർത്തകരുടെ സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലും സുഹൃത്ത് റഹീസിന്റെ പരാതിയിലുമായി നിലവിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതിപട്ടികയിലുള്ള 5 പേരിൽ 3 പേരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. സുനീർ, സക്രിയ എന്നീ മറ്റു 2 പ്രതികൾക്കായാണ് അന്വേഷണം. ഇവരെ കൂടാതെ കൂടുതൽ പേർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം. ഇതിനിടയിൽ യുവതിയുടെ ആത്മഹത്യക്ക് കാരണം ആൺ സുഹൃത്ത് റഹീസാണെന്ന് ചൂണ്ടിക്കാട്ടി മാതാവ് നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചുവെന്നതുൾപ്പെടെ ഗുരുതരമായ ആരോപണമാണ് മാതാവ് പരാതിയിൽ ഉന്നയിച്ചത്. റസീനയുടെ സ്വർണവും പണവും ആൺ സുഹൃത്ത് തട്ടിയെടുത്തെന്നും പരാതിയിലുണ്ട്. എന്നാൽ അന്വേഷണത്തിൽ ഇതിന് തെളിവുകൾ കണ്ടെത്താനായില്ല. യുവതിയുടെയും ആൺ സുഹൃത്തിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരാതി നൽകാൻ ഇടയായതെന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുവരെ കേസിൽ ഉൾപ്പെട്ടവരെല്ലാം SDPI പ്രവർത്തകരാണ്. മറ്റാരുടെയെങ്കിലും സമ്മർദ്ദത്തിലാകാം പരാതിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതിനിടയിൽ പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ 25ലധികം SDPI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. സ്കൂളുകളിലെയും കോളേജുകളിലെയും കുറ്റവാളികളെ നിലയ്ക്ക് നിർത്തേണ്ട സമയമായിട്ടുണ്ട്. ജൂനിയർ വിദ്യാർത്ഥികളെ റാഗിങ്ങിന്റെ പേരിൽ സീനിയേഴ്സ് ക്രൂരമായി മർദ്ദിക്കുന്ന സംഭവങ്ങൾ പല സ്കൂളുകളിൽ നിന്നും കേൾക്കാം. മുടി നീട്ടി വളർത്തിയാലോ, ഷൂസ് ധരിച്ചെത്തിയാലോ, ടീഷർട്ട് ഇട്ടാലോ അങ്ങനെ നിസ്സാര പ്രശ്നത്തിന് പോലും ആക്രമണങ്ങൾ പതിവ്. കാസർഗോഡ് ആദൂരിൽ +1 വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത് ഷൂസ് ധരിച്ചെത്തിയെന്ന് പറഞ്ഞാണ്. കുണ്ടൻകുടിയിൽ ടീഷർട്ട് ധരിച്ചെത്തിയ വിദ്യാർത്ഥിക്ക് നേരെയും ക്രൂരമർദ്ദനമുണ്ടായി. വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഷൂസ് ധരിച്ച് ക്ലാസ്സിലെത്തിയ +1 വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയും ബെഞ്ച് ദേഹത്തിട്ട് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തതായാണ് പരാതി. +1 കൊമേഴ്സ് വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ +2 വിദ്യാർത്ഥികളായ 5 പേർക്കെതിരെ ആദൂർ പോലീസ് കേസെടുത്തു. ആദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേസിനാസ്പദമായ സംഭവം. ഷൂസ് ധരിച്ച് ക്ലാസ്സിലെത്തിയ +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികളായ 5 പേർ തടഞ്ഞു നിർത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കൈകൊണ്ട് അടിക്കുകയും തള്ളി വീഴ്ത്തുകയും ചെയ്തു. +1 വിദ്യാർത്ഥി നിലത്ത് വീണതോടെ ബെഞ്ചെടുത്ത് ദേഹത്തിടുകയും കയ്യിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി ആദൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നു. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും സമാന രീതിയിലുള്ള സംഭവമുണ്ടായി. ടീഷർട്ട് ധരിച്ച് ക്ലാസ്സിലെത്തിയ +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചു. സംഭവത്തിൽ ബേഡകം പോലീസ് 8 പേർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകി. ന്യൂസ് 18 കാസർഗോഡ്. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഈ നാട്ടിൽ പകലും രാത്രിയും സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യമുണ്ടോ? ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സമാനമായ അവസ്ഥ. ജോലി കഴിഞ്ഞും പഠനം കഴിഞ്ഞും വീട്ടിലേക്ക് തനിച്ചു പോകാൻ പല യുവതികളും ഭയപ്പെടുകയാണ്. മലപ്പുറം പുത്തനത്താണിയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന യുവതിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. കഴിഞ്ഞ ദിവസം ചുങ്കം കരുവാൻപടി റോഡിൽ വെച്ച് യുവതിയെ കയറിപ്പിടിച്ച പ്രതി പിടിയിലായി. പുത്തനത്താണി സ്വദേശി അബ്ദുൽ കരീമിനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പുത്തനത്താണി ചുങ്കം കരുവാൻപടി റോഡിൽ ഈ മാസം 18-ാം തീയതിയാണ് സംഭവം. പുത്തനത്താണിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ബൈക്കിലെത്തിയ അബ്ദുൽ കരീം കയറിപ്പിടിച്ചത്. പെൺകുട്ടി നിലവിളിച്ചതോടെ പ്രതി ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. അപ്പം മുൻകൂട്ടി വഴി പറയാൻ നോക്കിയ സമയത്ത് പുള്ളിക്കാരൻ അശ്ലീല ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞ് ഈ പെൺകുട്ടിയെ ശരിക്കും എന്താ പറയുക, പെൺകുട്ടിയെ അപമാനിച്ചു എന്ന് തന്നെ പറയാം. പിറ്റേ ദിവസം പെൺകുട്ടി സ്റ്റേഷനിൽ വന്ന് വിവരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു.
പെൺകുട്ടിക്ക് ഒരു വെള്ള ബൈക്ക് എന്നേ അറിയത്തുള്ളൂ, നമ്പറൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ 2 ദിവസത്തെ അന്വേഷണമായിരുന്നു. 10-25 ക്യാമറകൾ കേന്ദ്രീകരിച്ചും മറ്റും ആ റൂട്ടിൽ പോയി ഞങ്ങളൊരു ടീമായി തിരിഞ്ഞ് അന്വേഷിച്ച് എന്തായാലും ഇന്നലെ രാത്രി 9 മണിയോടുകൂടി ആളെ കണ്ടുപിടിച്ചു. പെൺകുട്ടി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലും സമീപത്തെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ASI സതി, സീനിയർ CPO ജംഷാദ്, CPO K സുനീഷ്, ഡാൻസ് ഓഫ് SI പ്രമോദ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 തിരൂർ. സ്വന്തം മക്കളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും ഏതൊരമ്മയ്ക്കും അച്ഛനും വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. മക്കൾ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം. എന്നാൽ മകൻ്റെയോ മകളുടെയോ തെറ്റായ ബന്ധങ്ങളെ അംഗീകരിക്കാൻ മാതാപിതാക്കൾക്ക് ഒരൽപ്പം പ്രയാസമല്ലേ? തിരുവനന്തപുരം വക്കത്തെ ജനനി എന്ന വീട്ടമ്മ മകൻ്റെ നന്മയെ കരുതിയാണ് അവൻ്റെ പ്രണയത്തെ എതിർത്തത്. ഒരു കുട്ടിയുടെ മാതാവായ യുവതിയെ വിവാഹം കഴിക്കാൻ മകൻ വിഷ്ണു തീരുമാനിച്ചതിനെ അമ്മ ചോദ്യം ചെയ്തു. അതിന് ആ അമ്മയ്ക്ക് വില കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവിതമാണ്. 2023 മകൻ അമ്മയുടെ തല ചുമരിലിടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചത്. ആ കേസിൽ 2 വർഷത്തിന് ശേഷം പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി വിഷ്ണുവിന് ജീവപര്യന്തം കഠിന തടവാണ് ശിക്ഷ. തിരുവനന്തപുരം വക്കം നിലമുക്ക് പൂച്ചാടിവിള വീട്ടിൽ കള്ളപ്പൻ എന്ന വിഷ്ണുവാണ് അമ്മ ജനനിയെ കൊന്ന് കത്തിച്ചത്. 2023 ഏപ്രിൽ 22 അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. ജനനിയുടെ തല പിടിച്ച് ചുമരിൽ ശക്തിയായി പലതവണ ഇടിച്ചു കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. മൃതദേഹം ഭാഗികമായി കത്തിയ ശേഷം വിഷ്ണു തന്നെ നിലവിളിച്ച് നാട്ടുകാരെ കൂട്ടുകയായിരുന്നു. കേസിൽ പ്രതി വിഷ്ണുവിനെ ജീവപര്യന്തം കഠിന തടവിനും 50,000 രൂപ പിഴയടയ്ക്കാനുമാണ് ശിക്ഷിച്ചത്. പിഴ ഒടുക്കിയില്ലെങ്കിൽ 6 മാസം കൂടി കഠിന തടവ് അനുഭവിക്കണം. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി ആർ രേഖയാണ് ശിക്ഷ വിധിച്ചത്. അവിവാഹിതനായ വിഷ്ണു വിവാഹിതയും ഒരു കുട്ടിയുടെ മാതാവുമായ ഒരു സ്ത്രീയെ കൂടെ താമസിപ്പിക്കാൻ ശ്രമിച്ചതിനെ ജനനി ശക്തമായി എതിർത്തിരുന്നു. ഈ വിരോധമാണ് പ്രതിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ന്യൂസ് 18 തിരുവനന്തപുരം. കായംകുളം രാമപുരത്ത് ദേശീയപാതയിൽ നടന്ന സിനിമാ സ്റ്റൈൽ കവർച്ച. പുലർച്ചെ 4 മണിക്ക് സ്കോർപിയോയും ഇന്നോവ കാറും കുറുകെയിട്ട് കൊള്ളയടിച്ചത് 3 കോടി രൂപയാണ്. കോയമ്പത്തൂർ മുതൽ വാഹനം പിന്തുടർന്ന് കവർച്ച നടത്തിയ ശേഷം സംഘം കടന്നുകളഞ്ഞെങ്കിലും കേരള പോലീസിനെ വെട്ടിച്ചു മുങ്ങാൻ പ്രതികൾക്ക് കഴിഞ്ഞില്ല. തിരുപ്പൂർ സ്വദേശികളായ തിരുകുമാർ, ചന്ദ്രബോസ് എന്നിവരെ പിടികൂടിയത് നിരവധി CCTVകൾ നിരീക്ഷിച്ചാണ്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പിടിയിലായവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ. കൊല്ലത്ത് താമസിക്കുന്ന അപ്പാസ് പാട്ടീൽ എന്നയാൾക്ക് കോയമ്പത്തൂരിലുള്ള ബന്ധു പാഴ്സൽ സർവീസിന്റെ ലോറിയിൽ കൊടുത്തുവിട്ട 3,24,00,000 രൂപയാണ് 13 പുലർച്ചെ 4:30 കവർന്നത്. ഒരു സ്കോർപിയോയിലും ഇന്നോവയിലുമായി എത്തിയ സംഘം കവർച്ചയ്ക്ക് ശേഷം തിരുപ്പൂരിലേക്ക് കടന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാക്കൾ വന്ന വാഹനത്തിന്റെ നമ്പർ ലഭിച്ചത്. ഇവർ തമിഴ്നാട്ടിൽ കടന്നിയുടൻ വാഹനത്തിന്റെ നമ്പർ മാറ്റിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് തിരുപ്പൂർ സ്വദേശികളായ തിരുകുമാർ, ചന്ദ്രബോസ് എന്നിവർ അറസ്റ്റിലായത്. സതീഷ്, ദുരൈ അരസ് എന്നിവരാണ് പണം കവർച്ച ആസൂത്രണം ചെയ്തത് എന്ന് പോലീസ് പറഞ്ഞു. ഇവിടെ വെച്ചൊരു ഇന്നോവ കാറിൽ വന്ന് പാർട്ടികൾ തടയുകയും തടഞ്ഞിട്ട് അതിനകത്ത് ഡ്രൈവറോട് പോലീസുകാരാണെന്ന് പറഞ്ഞിട്ട് വാഹനം പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ആ ക്യാബിനകത്ത് കയറി ശേഷം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറഞ്ഞു. വണ്ടിക്ക് മൂവ് ചെയ്തപ്പോൾ അവർ പരിശോധിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വീണ്ടും വണ്ടിയിൽ നിന്ന് ഇറങ്ങി 4 പേര് ഇറങ്ങി ഡ്രൈവറെ കൂടെ വിളിച്ച് ബാക്കിൽ വെച്ചിട്ട് കണ്ടെയ്നർ തുറന്നു അതിനകത്ത് കയറിയിട്ട്
കൊല്ലത്തുള്ളൊരു ജ്വല്ലറി ഒരു ബിസിനസ്സുകാരൻ്റെ പിന്നെ സാധനം ഒരു 2 പാക്കറ്റ് അത് എടുത്തുകൊണ്ട് പോയി. അറസ്റ്റിലായ തിരുകുമാറാണ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റെഡിയാക്കി കൊടുത്തത്. ചന്ദ്രബോസ് കവർച്ചാ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ്. കവർച്ച ആസൂത്രണം ചെയ്തതിൽ ഒരാളായ ദുരൈ അരസ് ദേശീയ പാർട്ടിയുടെ പോഷക സംഘടനാ നേതാവ് കൂടിയാണ്. ഇയാൾക്ക് കുംഭകോണത്ത് തുണി വ്യവസായമുണ്ട്. കേസിൽ ഉൾപ്പെട്ടവർ നേരത്തെയും സമാനമായ കേസുകളിലെ പ്രതികളാണ്. കവർച്ച ചെയ്ത പണത്തിൽ 5 ലക്ഷം രൂപ തിരുകുമാറിനും ചന്ദ്രബോസിനും സംഘം നൽകിയിരുന്നു. ഇതിൽ 1.5 ലക്ഷത്തോളം രൂപ ഇവർ പളനി ക്ഷേത്രത്തിൽ ചെലവഴിച്ചതായും പോലീസ് പറഞ്ഞു. കേസിൽ 2 പേരെ പിടികൂടിയതറിഞ്ഞ് മറ്റുള്ളവർ ഒളിവിൽ പോയിരിക്കുകയാണ്. ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ, CI ജെ നിസാമുദ്ദീൻ, SI ബ്രിജിത് ലാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 കായംകുളം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പല പ്രമുഖ ചലച്ചിത്ര താരങ്ങളും ലൈംഗിക അതിക്രമ കേസുകളിൽ കുടുങ്ങിയതാണ്. ആലുവ സ്വദേശിനിയായ നടിയെ പീഡിപ്പിച്ചവരുടെ പട്ടിക അവർ തന്നെയാണ് പുറത്തുവിട്ടത്. നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനും ആ ലിസ്റ്റിലുണ്ടായിരുന്നു. അവർ ഉന്നയിച്ച പല പരാതികൾക്കും തെളിവില്ലെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതോടെ ബാലചന്ദ്ര മേനോനെതിരായ ലൈംഗിക അതിക്രമ കേസ് അവസാനിപ്പിക്കാൻ പോലീസിന്റെ തീരുമാനം. നടിയുടെ പരാതിയിൽ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരിയായ നടിക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ബാലചന്ദ്ര മേനോനെതിരെയുള്ള ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു ആലുവയിൽ താമസിക്കുന്ന നടിയുടെ പരാതി. തിരുവനന്തപുരത്തെ ഗീത് ഹോട്ടലിൽ വെച്ച് ദുരനുഭവം നേരിട്ടുവെന്ന മൊഴി നൽകിയ നടി സിനിമയുമായി ബന്ധപ്പെട്ട ചിലരുടെ പേരുകളും പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ നടിയുടെ മൊഴിക്കപ്പുറം ആരോപണം തെളിയിക്കുന്ന ഒരു തെളിവും കണ്ടെത്താനായില്ലെന്ന് പോലീസ് വഞ്ചൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ പറയുന്നു. തന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നതിന് നടിക്കും തെളിവൊന്നും നൽകാൻ കഴിഞ്ഞില്ല. ലൈംഗിക അതിക്രമം നടന്നുവെന്ന് പറയുന്ന ഹോട്ടൽ പിന്നീട് ഉടമകൾ മെഡിക്കൽ രംഗത്തുള്ള ഒരു കമ്പനിക്ക് കൈമാറിയെന്നും ഹോട്ടലുകളിലെ രേഖകളെല്ലാം നശിപ്പിച്ചുവെന്നുമാണ് പോലീസ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ. അതുകൊണ്ട് സംഭവം നടന്നുവെന്ന് പറയുന്ന ദിവസം ബാലചന്ദ്ര മേനോൻ ഹോട്ടലിൽ തങ്ങിയിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതേ ഹോട്ടലിൽ താമസിച്ചിരുന്നുവെന്നാണ് നടിയുടെ വാദം. എന്നാൽ ജൂനിയർ ആർട്ടിസ്റ്റ് മാത്രമായിരുന്ന നടിക്ക് മറ്റു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊപ്പം ചെറിയ ഹോട്ടലിലാണ് താമസം ഒരുക്കിയിരുന്നതെന്ന് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടവർ മൊഴി നൽകി. ആരോപണവുമായി ബന്ധപ്പെട്ട ഹോട്ടൽ പിന്നീട് ബാങ്ക് ജപ്തി ചെയ്തു. ഏറെ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമായതിനാലും കൂടുതൽ പരിശോധനയ്ക്കും പ്രായോഗിക തടസ്സങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ തെളിവില്ലെന്ന് കാട്ടി പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. പോലീസ് കണ്ടെത്തലിനെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ 7 ദിവസത്തിനകം ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതി നടിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിനുശേഷം കേസ് അവസാനിപ്പിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കെയാണ് നടി ആദ്യം പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. നടന്മാരായ മുകേഷ്, ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെ ആദ്യം പരാതി നൽകി. പിന്നീടാണ് സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോനെതിരെ രംഗത്ത് വരുന്നത്. 2007 ജനുവരിയിൽ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ബാലചന്ദ്ര മേനോനിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നുവെന്നായിരുന്നു പരാതി. ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടിലെ സ്ഥിരം കുറ്റവാളികൾ എപ്പോഴും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. അവരുടെ നീക്കങ്ങളും സൗഹൃദങ്ങളും മാത്രമല്ല, വാഹനങ്ങൾ പോലും ഇടയ്ക്ക് പരിശോധിക്കാറുണ്ട്. കാസർഗോഡ് മംഗൽപാടി സ്വദേശി പാമ്പ് നൗമാൻ എന്ന നൗമാനും ഈ പട്ടികയിലുള്ള വ്യക്തിയാണ്. വധശ്രമം, അടിപിടി ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയായ നൗമാന്റെ വാഹനത്തിൽ നിന്ന് പോലീസ് കള്ളത്തോക്കും തിരകളും കണ്ടെത്തി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പരിചയപ്പെട്ട ലക്നൗ സ്വദേശിയാണ് തോക്ക് ഏർപ്പാടാക്കി കൊടുത്തതെന്ന് പ്രതി മൊഴി നൽകി. ആരെയെങ്കിലും വകവരുത്താനാണോ ഇയാൾ തോക്ക് കൊണ്ടുവന്നതെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കള്ളത്തോക്കും തിരകളുമായാണ് നിരവധി കേസുകളിൽ പ്രതിയായ ചെറുകോളിയിലെ പാമ്പ് നൗമൻ എന്ന നൗമനെ കുമ്പള SI കെ ശ്രീജേഷും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി കുമ്പളയിൽ വെച്ചാണ്
നൌമാൻ അറസ്റ്റിലായത്. രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്തതോടെയാണ് തോക്കും തിരകളും കണ്ടെത്തിയത്. ഇയാൾക്കെതിരെ കുമ്പള, മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ പിന്തുടർന്ന് പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് കള്ളത്തോക്ക് സംബന്ധിച്ച സൂചന ലഭിച്ചത്. മീശ റൌഫിനെയും മഹമ്മൂദിനെയും വധിക്കാൻ ശ്രമിച്ച കേസുകളിൽ നൌമാൻ പ്രതിയാണ്. മീശ റൌഫിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ മഞ്ചേശ്വരം പോലീസ് നൌമാനെ അറസ്റ്റ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചിരുന്നു. ഇവിടെ വെച്ച് സഹതടവുകാരനായ റിയാൻ എന്ന രാകേഷ് റോക്കിയുമായി അടുപ്പത്തിലായി. ആ ബന്ധത്തിലൂടെയാണ് നൌമാനി തോക്ക് ലഭിച്ചതെന്ന് കുമ്പള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാരെ പ്രതിക്കൂട്ടിൽ നിർത്തി സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നാലെ പാൽ മോഷണവും. തുടർച്ചയായി പാൽ മോഷണം നടക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് പാൽ കള്ളൻ പിടിയിലായത്. ക്ഷേത്രത്തിലെ അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പറെ വിജിലൻസാണ് അറസ്റ്റ് ചെയ്തത്. ക്ഷേത്രത്തിലെ സ്വർണ്ണദണ്ഡ് കാണാതായ സംഭവത്തിൽ അന്വേഷണം നടക്കുമ്പോഴാണ് പുതിയ സംഭവം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പാൽമോഷണം തുടർച്ചയായ പശ്ചാത്തലത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ പിടിയിലായത്. 25 ലിറ്റർ പാൽ ഇയാൾ മോഷ്ടിച്ചെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് വിജിലൻസ് സംഘത്തിന് ലഭിച്ചത്. എത്ര നാളായി പാൽമോഷണം നടന്നിരുന്നു എന്ന് കണ്ടെത്താനുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കിടയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വിവാദത്തിലാകുന്നത് ഇത് രണ്ടാം തവണയാണ്. മെയ് മാസത്തിൽ അമ്പലത്തിൽ നിന്ന് 13 പവന്റെ സ്വർണ്ണദണ്ഡ് കാണാതായിരുന്നു. ഈ സംഭവം വിവാദമായതിന് പിന്നാലെ മണലിൽ പൊതിഞ്ഞ നിലയിൽ സ്വർണ്ണദണ്ഡ് കണ്ടെത്തുകയും ചെയ്തു. മോഷണം മറച്ചുവെക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ശ്രമം നടന്നതായും ആരോപണം നിലവിലുണ്ട്. ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം എങ്ങനെ പുറത്തെത്തിയെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. പതിറ്റാണ്ടുകളായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നത് സംബന്ധിച്ച് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ചെറുതും വലുതുമായ മോഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ക്ഷേത്രങ്ങളും മറ്റ് ആരാധനാലയങ്ങളും മാത്രം കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന കള്ളനാണ് തിരുവനന്തപുരം കണിയാപുരം സ്വദേശി ഷഫീഖൻ. ക്ഷേത്രങ്ങളുടെ പൂട്ടുപൊളിച്ചകത്തു കയറാൻ അതിവിദഗ്ധൻ. കഴിഞ്ഞ ദിവസം ഇയാൾ കാട്ടാക്കട പൊട്ടൻകാവ് ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ കയറി. പൂട്ട് തകർത്ത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ തന്നെ കള്ളനെ പിടികൂടി പോലീസിന് കൈമാറി. ഇതിന് സമീപത്തെ മറ്റൊരു ക്ഷേത്രത്തിലും പൂട്ടുപൊളിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള പൊട്ടൻകാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാവിലെ പൂജാരി എത്തിയപ്പോഴാണ് ക്ഷേത്രത്തിന്റെ പൂട്ട് തകർത്തത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നാട്ടുകാരെയും അധികൃതരെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ മോഷ്ടാവിനെ കണ്ടെത്തി പിടികൂടുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഒത്തുനോക്കിയാണ് പിടിയിലായ ആൾ തന്നെയാണ് പ്രതിയെന്ന് ഉറപ്പാക്കിയത്. കണിയാപുരം സ്വദേശി ഷഫീഖാണ് പിടിയിലായത്. രാവിലെ ഒരു 5 മണിക്ക് വന്ന സമയത്താണ് ഇവിടെ എല്ലാം തുറന്നിട്ടിരിക്കുന്നത്. ശ്രീകോവിൽ, ഗണപതി ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം, തിടപ്പള്ളി, കമ്മിറ്റി ഓഫീസ് ഇതെല്ലാം വലിച്ച് തുറന്നിട്ടിരിക്കുന്ന കണ്ടു. അതൊരു ഭക്തൻ ഇതുവഴി വന്ന സമയത്ത് പോറ്റി അവരുടെ കാര്യം പറഞ്ഞു. അവിടെ നോക്കിയപ്പോൾ വേറൊരാൾ ഇതുവഴി നടന്നു പോകും. മതിൽ ചാടി പുറത്തു പോയി. അങ്ങനെ അയാളെ പിടിച്ചു. CCTV ഒക്കെ പരിശോധിച്ചപ്പോൾ രാവിലെ ഒരു 4-4:30 മണിക്കാണ് ഈ സംഭവം നടന്നത്. ഇവിടെ മദ്യക്കുപ്പിയും ഒക്കെ ഈ ക്ഷേത്രത്തിന്റെ നടയിൽ തന്നെ അയാളെ പിടിച്ചു. പുലർച്ചെ 4:30യോടെയാണ് മോഷണം നടന്നത്.
ഒരാൾ മതിൽ ചാടി പുറത്തു പോകുന്നത് കണ്ടതായി നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിലാണ് പ്രതി പിടിയിലായത്. ഇയാളെ കാട്ടാക്കട പോലീസിന് കൈമാറി. ക്ഷേത്രത്തിന് സമീപത്ത് നിന്നായി മദ്യക്കുപ്പികളും കണ്ടെടുത്തു. തൊട്ടടുത്ത ദേവീക്ഷേത്രത്തിലും പൂട്ട് പൊളിച്ചിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തിരുവനന്തപുരത്ത് KSCB യാർഡിൽ സൂക്ഷിച്ചിരുന്ന അലുമിനിയം കമ്പികൾ മോഷ്ടിച്ച കേസാണ് പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത്. യാർഡിൽ സൂക്ഷിച്ചിരുന്ന കമ്പികൾ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിലായി. ആര്യനാട് സ്വദേശി മൈദീൻ സലീം, ആനാട് സ്വദേശി ഹരി എന്നിവരാണ് അറസ്റ്റിലായത്. ഇരുവരും നിരവധി മോഷണ കേസുകളിൽ പ്രതികളെന്ന് പോലീസ് പറയുന്നു. കിലോയോളം തൂക്കം വരുന്ന അലൂമിനിയം ലൈൻ കമ്പികളാണ് കവർന്നത്. മാർച്ച് 11-ാം തീയതിയായിരുന്നു സംഭവം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളായ ആര്യനാട് പള്ളിവേട്ട സ്വദേശി 58-കാരനായ മെയ്ദീൻ സലീം, ആനാട് മണ്ണൂർക്കോണം സ്വദേശി 59 വയസ്സുള്ള ഹരി എന്നിവർ പിടിയിലായത്. ഉഴമലക്കൽ KSCB സെക്ഷനിലെ യാർഡിൽ സൂക്ഷിച്ചിരുന്ന കമ്പികളാണ് പ്രതികൾ കവർന്നത്. നിരവധി CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചാണ് പോലീസ് പ്രതികളെ കണ്ടെത്തിയത്. നിരവധി മോഷണ കേസുകളിൽ പ്രതികളാണിവരെന്ന് ആര്യനാട് പോലീസ് വ്യക്തമാക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ജന്മദിനത്തിന് നമ്മുടെ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും സമ്മാനങ്ങൾ നൽകാറുണ്ടല്ലേ? ചില വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നമ്മൾ എക്കാലത്തും സൂക്ഷിച്ചു വയ്ക്കും. എന്നാൽ ചെന്നൈ ചെങ്കൽപ്പെട്ട് സ്വദേശി ദീപകിന് ഒരു സുഹൃത്ത് നൽകിയ പിറന്നാൾ സമ്മാനം വല്ലാത്ത പൊല്ലാപ്പാണ് ഉണ്ടാക്കിയത്. ദീപകിൻ്റെ ജന്മദിനാഘോഷത്തിനിടെ സുഹൃത്ത് സമ്മാനമായി നൽകിയത് ഒരു നാടൻ ബോംബാണ്. അവിടെ വെച്ച് അത് പൊട്ടിക്കാനും അയാൾ ആവശ്യപ്പെട്ടു. വീടിന് മുന്നിൽ വെച്ച് തന്നെ ബോംബ് എറിഞ്ഞ് പൊട്ടിച്ചെങ്കിലും ഭാഗ്യം കൊണ്ട് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിൻ്റെ ദൃശ്യങ്ങൾ ദീപക്കും സുഹൃത്തുക്കളും ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചരിപ്പിച്ചു. പിന്നാലെ പോലീസ് കേസും അറസ്റ്റുമായി. എന്തായാലും ദീപക്കിനത് മറക്കാനാകാത്ത പിറന്നാളും സമ്മാനവുമാണ്. ഇതുപോലുള്ള കെണികളിൽ വീഴാതെ സൂക്ഷിച്ചാൽ ഇനി കൊള്ളാം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.